മക്കൾസ്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 7ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഭരിച്ചിരുന്ന കുറേ ഭരണാധികാരികൾ, അങ്ങനെ കുറേ ആൾക്കാർ ഭരിച്ചിട്ടില്ലേ, അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇതാ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ മുഗൾ ഡൈനാസ്റ്റി, മുഗൾ രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മുഗൾ രാജാക്കന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1526 ആണ് മുഗൾ ഡൈനാസ്റ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ തുടക്കക്കാരൻ ആരാണ്? ബാബറാണ്. 1526 എന്നിട്ട് മുഗൾ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ആള്. അത് എത്ര കാലം നീണ്ടുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1857, 1857 അതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നിലനിന്നിട്ടുണ്ട്. മുഗൾ ഡൈനാസ്റ്റിക്കാർ തന്നെയാണ് നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്നത്. ഓക്കെ, പിന്നെ അവർ ഭരിക്കുന്ന സമയത്തും നമ്മളെ ഡൽഹി എന്ന് പറയുന്നത് ആയിരുന്നു ക്യാപിറ്റലായിട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ്? ബാബറാണ് തുടക്കക്കാരൻ. തുടങ്ങിയത് എപ്പോഴായിരുന്നു? 1526 മുതൽ 1857 വരെയാണ് ഇതിൻ്റെ ഭരണം മുഗൾ ഡൈനാസ്റ്റിയുടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി മുഗൾ ഡൈനാസ്റ്റികളിൽ ആരൊക്കെയാണ്, മീൻസ് അവരിൽ എംപറേഴ്സ് ആരൊക്കെയാണ്, അവരെ കിങ് ആയിട്ട് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബാബർ ആയിരുന്നു. ബാബർ 1526 മുതൽ 1530. നിങ്ങൾക്കത് പഠിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കൊല്ലങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആരായിരുന്നു? ബാബർ ആയിരുന്നു. ബാബർ 1526 മുതൽ 1530 വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ഹുമയൂൺ ആയിരുന്നു. അപ്പം ഹുമയൂണ് 1530, 2 കൊല്ലം കൊടുത്തു, 30 മുതൽ 1540, അല്ലെങ്കിൽ 1555 മുതൽ 1556 വരെ. അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആൾ തന്നെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാബർ, പിന്നെ ഹുമയൂണ്, മൂന്നാമത്തത് അക്ബർ ആണ്. അതിൻ്റെ കൊല്ലം നിങ്ങൾ നോക്കുക. മൂന്നാമത്തെ അക്ബർ, നാലാമത്തെ ജഹാംഗീർ, അഞ്ചാമത്തെ ഷാജഹാന്, ആറാമത്തെ ഔറംഗസീബ്. അപ്പോൾ ഇങ്ങനെ 6 പേരാണ് മുഗൾ ഡൈനാസ്റ്റിയിൽ വന്നിട്ടുള്ളത്. ആരൊക്കെയായിരുന്നു? ബാബർ ഉണ്ട്, പിന്നെ ഹുമയൂൺ ഉണ്ട്, പിന്നെ അക്ബർ ഉണ്ട്, ജഹാംഗീർ ഉണ്ട്, പിന്നെ ഷാജഹാൻ ഉണ്ട്, ഔറംഗസീബ് ഉണ്ട്. അപ്പോൾ 6 പേരാണ് മുഗൾ ചക്രവർത്തിമാരെന്ന് അറിയപ്പെട്ടിരുന്നവർ. ഓക്കെ, ഇവിടെ പേജ് നമ്പർ 9 നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മഞ്ഞ കളറിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മുഗൾ എന്ന് പറയുന്ന ഈ ഒരു പേര് വരാൻ കാരണം മംഗൽ എന്ന് പറയുന്ന അതിൽ നിന്നാണ് മുഗൾ എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത്. പിന്നെ ബാബർ എന്ന് പറയുന്ന ആദ്യത്തെ കിങ്ങില്ലേ, ആദ്യത്തെ കിങ്ങിൻ്റെ അച്ഛൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും രണ്ടും രാജകുടുംബക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛൻ എന്ന് പറഞ്ഞാൽ പെറ്റേണൽ ടർക്കിഷ് രാജാവായിട്ടുള്ള തിമുർ എന്ന് പറയുന്ന ആ ഒരു കുടുംബക്കാർ, ടർക്കിഷ് കുടുംബക്കാരിലാണ് അച്ഛൻ്റെ പോയിട്ടുള്ളത്. അമ്മയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗൽ കിങ്സ്, അതുപോലെ തന്നെ ജെങ്കിസ് ഖാൻ്റെ അവരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അമ്മയും. അപ്പോൾ അവർ മകളായിരിക്കും. അപ്പം അങ്ങനെ ഒരു 2 രാജകുടുംബത്തിലുള്ള ഒരു പുത്രനാണ് ആര്? ബാബർ എന്ന് പറയുന്നത് പറഞ്ഞു. ഇനി എന്താണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് വെച്ചാൽ? പാനിപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഹരിയാനയിൽ പാനിപ്പത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1526 എന്ത് നടന്നു? അതായത് ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ലോധി ഡൈനാസ്റ്റിയിലെ രാജാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാബറും തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോൾ 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ട് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് ഇതിനാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ മെയിനായിട്ട് അക്ബറിൻ്റെ അതിനെ കുറിച്ച് പോവാം. അപ്പോൾ അക്ബർ എന്ന് പറയുന്നത്, അക്ബർ എന്ന് വെച്ചാൽ മോസ്റ്റ് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുക, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. എല്ലാവരും ഏകദേശം ഒരേപോലെ എന്താ പറയുക, ഇങ്ങനെ ജാതിപരമായിട്ടൊരു ഡിവിഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അക്ബറിൻ്റെ രാജഭരണത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു എന്നാണ് അവിടെ അക്ബറിൻ്റെ രാജഭരണത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അക്ബറിൻ്റെ പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 1575 അദ്ദേഹം അക്ബർ ഒരു ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞിട്ട് ഒരു ഇബാദത്ത് ഖാന ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇതാണ് ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞിട്ട് 1575 ഇബാദത്ത് ഖാന ആരുണ്ടാക്കിയിട്ടുണ്ട്? അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇബാദത്ത് ഖാന
ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫത്തേഹ്പൂർ സിക്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫത്തേഹ്പൂരിലാണ് ഇബാദത്ത് ഖാന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക പണ്ഡിതന്മാരും അതുപോലെ തന്നെ പല റിലീജിയൻസിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞിട്ടുള്ളത്. 1575 അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ മതക്കാർക്കും ഉണ്ട്, അങ്ങനെ ഇന്ന മതക്കാർക്കും ഒന്നില്ല, എല്ലാ മതക്കാരിലെ പണ്ഡിതന്മാരെല്ലാവരും വന്ന് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഇബാദത്ത് ഖാന. അതാണ് അക്ബർ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പിന്നെ ഒരു ഇതുണ്ട്, ദീനില്ല എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി റിലീജിയൻ ആണ് പറയുന്നത്. ദീനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മതത്തിനും ഓരോ ഇതുകളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മതത്തിനും നല്ല കാര്യങ്ങൾ എടുത്ത് ഒന്നിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ദീനില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് പീസ്, എല്ലാവർക്കും എന്താണ് സമാധാനം കൊണ്ടുവരാം, പീസ് കൊണ്ടുവരാം എന്നുള്ള ഒരു ഇതാണ് അക്ബർ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അക്ബർ നല്ലൊരാളാണ്. കാരണം ഇങ്ങനെ മതങ്ങളുടെയും ഒരു പേരിലൊരു ഡിവിഷൻ ഉണ്ടായിരുന്നില്ല, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത ഒരാളാണ് ആര്, അക്ബർ ചക്രവർത്തി. ഓക്കെ, അപ്പം ഇതാണ് അവിടെ ഉള്ളത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റിലീജിയസ് ടാക്സ്, ഇപ്പോൾ ഇങ്ങനെ ടാക്സ് കൊടുക്കണം. പണ്ടുണ്ടായിരുന്നാലും ഓരോ റിലീജിയനും ഓരോ ടാക്സ് കൊടുക്കണം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനാണ് എന്താ പറയുന്നത്, ജസിയ എന്ന് പറയുന്ന ഒരു സംഭവം. അതിന് അക്ബർ ചക്രവർത്തി നിരോധിച്ചിട്ടുണ്ട്, അത് വേണ്ടാന്ന് പറഞ്ഞു. അബോളിഷൻ ഓഫ് റിലീജിയസ് ടാക്സ് കോൾ ജസിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്താ, അപ്പോൾ അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് രാജാക്കന്മാരാണ് രാജ തോഡർമാൽ, രാജ മൻസിംഗ്, രാജ ഭഗവതൻസ്, ബീർബൽ. ഇവരൊക്കെ എന്താണ് ആ സമയത്ത് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ മെയിനായിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ റൂളിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതാം, പവർഫുൾ റൂളറാണ്, അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, അദ്ദേഹം ഈസ് ലവ്ഡ് ബൈ എവ്രി വൺ. പിന്നെ മൂന്നാമത് എന്ത് എഴുതാം, അദ്ദേഹത്തിന് എന്താണ് എല്ലാ റിലീജിയനിലെ ആൾക്കാരും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരാൾക്ക് ഇന്ന ഹൈ കാസ്റ്റ് ഹൈ റിലീജിയൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് അക്ബർ ചക്രവർത്തിയുടെ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് 1575 കേട്ടോ, 75 എന്തുണ്ടായിട്ടുണ്ട്, ഇബാദത്ത് ഖാന ഉണ്ടായിട്ടുണ്ട്. അവിടെ വന്നിട്ട് എല്ലാ റിലീജിയനിലുള്ള സ്കോളേഴ്സും വന്ന് അവിടെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മതത്തിലെ ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടാക്കിയത് എന്തുണ്ടായിരുന്നു, ദീനില്ല എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എയിം എന്തായിരുന്നു, പീസ് ടു ഓൾ. ഓക്കെ, പീസ് ടു ഓൾ ആയിരുന്നു. പിന്നെ അദ്ദേഹം റിലീജിയസിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പീപ്പിളിനെയും ഈക്വലി ട്രീറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ആര്, അക്ബർ ചക്രവർത്തി. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ പറയുന്നുണ്ട് നമ്മൾ അതിന് ശേഷം ജഹാംഗീർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിനെ കുറിച്ചുള്ള കുറച്ച് ഇതുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു നീല ബോക്സിൽ പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് നോക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ടെന്ന്, അതായത് മതത്തിൻ്റെ പേരിൽ ശത്രുക്കളാവരുത് ആൾക്കാർ, അദ്ദേഹത്തിനെ പിന്തുടരുന്ന ആൾക്കാർ ഒരിക്കലും മതം പറഞ്ഞ് ശത്രുക്കളാവരുത്. ഓക്കെ, മതം പറഞ്ഞ് ശത്രുക്കളാവരുത്. പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ എന്താണ്, ഇങ്ങനെ പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നുള്ള ഒരു സംഭവം എല്ലാവരിലും എത്തണം. പിന്നെ എന്താണ്, മൃഗങ്ങളെ കൊല്ലരുത്, ഒരിക്കലും യുദ്ധത്തിനല്ലാതെ വാള് പരിചയം അങ്ങനത്തെ ഒന്നും എടുക്കരുത്. അപ്പോൾ നല്ലൊരാളാണല്ലോ അക്ബർ ചക്രവർത്തി. കാരണം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ എത്ര നല്ല ആളായിരിക്കും. എല്ലാ മതത്തിൻ്റെ കാര്യത്തിലൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ പരിചയം എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലൊരാളായിരുന്നു അവർ അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുഗൾ ആർമി. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഇത്രയും കാലം ഇവർ മുഗളുകാർ എന്തായിരുന്നു റൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂൾ ചെയ്ത ടൈമിൽ അവരുടെ ആർമി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഈ മുഗൾ ആർമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുഗൾ ആർമീനെ നമ്മൾ പറയുന്നത് മൻസബ്ദാരി എന്നാണ്. എന്താ പറയുക, മൻസബ്ദാരി എന്നാണ് പറയുന്നത്. അപ്പോൾ മൻസബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൻസബ്ദാരി എന്ന് വെച്ചാൽ ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. ഈ ഓഫീസറുടെ കീഴിൽ കുറേ ഇതുപോലെ പട്ടാളക്കാരുണ്ടായിരിക്കും. അതാണ് മൻസബ്ദാരിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഒരു ഓഫീസർ മെയിൻ, അയാളുടെ അടിയിൽ കുറേ ഇതുപോലെ പട്ടാളക്കാരുണ്ടായിരിക്കും. ഇനി അതെയാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുതിര ഓടിക്കുന്ന ആൾക്കാർ അങ്ങനെ കുറേ സോൾജേഴ്സ് ഉണ്ടായിരിക്കില്ലേ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂളാണ് അവിടെ ഉണ്ടായിരുന്നത്, മുഗൾ ആർമിയുടെ ഇതിലുണ്ടായിരുന്നത്. ഇനി ആ മൻസബ്ദാരി ഇങ്ങനെ ഇതുപോലെ കുറേ ആൾക്കാർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ആരാണ് നമ്പർ 1 എന്ന് എങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യും, അതായത് എത്ര സോൾജേഴ്സിൻ്റെ എണ്ണം ആർക്കാണോ കൂടുതൽ അവരായിരിക്കും നമ്പർ 1. ഇപ്പോൾ ഒരാളുടെ കീഴിൽ കുറേ പേരുണ്ട്, അപ്പോൾ അവരായിരിക്കും നമ്പർ 1. പിന്നെ അടുത്ത ആൾ കയ്യിൽ കുറച്ച് പേരുള്ളെങ്കിൽ അവർ നമ്പർ 2, അങ്ങനെ അവരെ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
വലിയൊരു ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ എന്ത് വേണം, ഈ ടോട്ടൽ സോൾജേഴ്സിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ നോക്കണം. അപ്പോൾ അവർക്ക് പൈസ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോൾജേഴ്സിന് എന്ത് ചെയ്യും, ഈ മെയിൻ ഓഫീസർക്ക് ഇവിടെ നിന്ന് ലാൻഡ് കൊടുക്കും. ഇങ്ങനെ ഓരോത്തിന് വേണ്ടിയിട്ട് ലാൻഡ് കൊടുക്കും. ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആര് നോക്കിയിരുന്നത്, ഈ മെയിൻ ഓഫീസർ എന്നത്, അതായത് മൻസബ്ദാരി എന്ന് പറയുന്ന ഈ ഒരു റൂളായിരുന്നു അവിടെ ആർമിയിൽ, മുഗൾ ആർമിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ പേജ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ, പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട് മുഗൾ ആർമിയിൽ മൻസബ്ദാരിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് മെയിൻ ഒരു ഓഫീസർ ഉണ്ടാവും, അതിനിടയിൽ കുറേ സോൾജേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ആർമിയിൽ ഉണ്ടായിരുന്ന മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ശുഭ, സർക്കാർ, പർഖാന, ഗ്രാമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 4 സെക്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ പറയുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവ് ഉണ്ടാവും, ഒരു എംപറർ ഉണ്ടായിരിക്കും. ഈ എംപറർ ആയിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അദ്ദേഹം ആയിരിക്കും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, എംപറർ ആയിരിക്കും. ഇപ്പോൾ അവിടുത്തെ കോടതി തന്നെ എംപറർ ആയിരിക്കും. പിന്നെ അവിടെ പുതിയ കമാൻഡുകൾ ഇറക്കണമൊക്കെ നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടില്ലേ, രാജാവ് ഉണ്ടായിരിക്കും എല്ലാ നിയമങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് എംപററാണ് മുഗൾ കിങ്ഡത്തിൽ അവിടെ എന്താണ്, എംപറർക്കാണ് ഫുൾ പവർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ വരാൻ നിൽക്കുക. ചെറിയ തർക്കങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഗാസിമാർ എന്ന് പറയുന്നത്. ഗാസിമാർ, അപ്പോൾ ഈ ഗാസിമാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇങ്ങനെ മതപരമായിട്ടുള്ള കുറച്ച് സ്കോളേഴ്സാണ്. അപ്പോൾ അവരായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് ഗാസിമാരായിരിക്കും. ഇനിയിപ്പോൾ ആ തർക്കം ഇപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, അവർ പറഞ്ഞ തീരുമാനം, ഗാസിമാർ എടുത്ത തീരുമാനം ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നേരെ പോയിട്ട് രാജാവിനോട് പറയാം ഇതായില്ല എന്നുള്ളൊരു പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അപ്പോൾ ഫുൾ ടോട്ടൽ പവർ ആരാണ്, എംപറർക്കാണ്. ഓക്കെ, എംപറർക്കാണ് പവർ. പക്ഷെ അതിൻ്റെ താഴെയുള്ളവരുണ്ടായിരിക്കും, കാസിമാരും ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പറയുമ്പോൾ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മതപരമായിട്ട് ഡിവിഷൻസ് ഒന്നും ഇല്ല. പക്ഷേ അവിടെ എന്തുണ്ടായിരുന്നു, ഫ്യൂഡറൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഫ്യൂഡറൽ സിസ്റ്റം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഏറ്റവും പൈസ കിട്ടുന്ന ആരായിരുന്നു അവരായിരിക്കും വലിയ ആൾക്കാർ. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. പൈസയുടെ ബേസ് ചെയ്തിട്ട്, വേജസിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ഡിവിഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ പല കാസ്റ്റുകളുണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ അവരോരോ ഫെസ്റ്റിവൽസും സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും മെയിനായിട്ട് ചെയ്തിരുന്നത് കൃഷിയായിരുന്നു. കൃഷിക്കാരായിരുന്നു ആ ടൈമിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയുടെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ പറയുക, കൃഷിയിൽ നിന്ന് അവർക്ക് കുറേ പൈസ ഉണ്ടാക്കിയിരുന്നു. കൃഷിയായിരുന്നു അവിടെ മെയിൻ ആൾക്കാരൊക്കെ ചെയ്തിരുന്നത്. അവർക്ക് പൈസ കിട്ടിയിരുന്നു, വേജസ് ഒക്കെ കിട്ടിയിരുന്നത് കൃഷിയിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക, കുറേ എക്കണോമിക് പ്രോസ്പെറസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷി കാരണം അങ്ങനെ അവർ ആ ഒരു കൺട്രി അവിടെ എക്കണോമിക് പ്രോസ്പെറസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അന്ന് കുറേ ആൾക്കാർ ആ ഒരു കാലത്തിനെ കുറിച്ച് അവർ കുറേ ആൾക്കാർ ട്രാവലേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ടാവർണിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ട്രാവലർ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ മുഗൾ ടൈമിൽ, അതായത് മുഗൾ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈലും സോഷ്യൽ കണ്ടീഷൻസും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ പറയുന്നുണ്ട്, ആരാണ് അയാളുള്ള അമേരിക്കക്കാരൻ, ഇംഗ്ലീഷ് മാനാണ്. അയാളുടെ പേരാണ് റാൾഫ് ഫിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യ എന്തായിരുന്നു മെയിനായിട്ട് അഗ്രികൾച്ചർ, കൃഷിക്കാരായിരുന്നു ആ ടൈമിൽ കൂടുതലുണ്ടായിരുന്നത്. അന്ന് എന്തായിരുന്നു റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽസ്, ഇങ്ങനെയൊക്കെ കുറേ കൃഷികൾ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ആളാണ്, ദാറ്റ് ഈസ് അബുൽ ഫസൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള. ആ ബുക്കിൻ്റെ പേരാണ് ഐൻ ഇ അക്ബാരി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അന്ന് കൃഷിക്കാരൊക്കെ കുറിച്ചിട്ടുള്ള ഇതാണ് ആ ബുക്കിലുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അടിയിലൊരു മഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അബുൽ ഫസൽ വാസ് എ മോസ്റ്റ് പ്രോമിനന്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിംഗ് മുഗൾ എറ. അപ്പോൾ ആ ടൈമിൽ വലിയൊരാളാണ് അദ്ദേഹം. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ. ബുക്കുകളൊക്കെ എഴുതുന്ന ബയോഗ്രഫി ഒക്കെ എഴുതുന്ന ഒരാളായിരുന്നു. ഈസ് ഓതർ. പിന്നെ ആളുടെ 2 ബുക്ക് ഉണ്ട്, ഐൻ ഇ അക്ബാരി, അക്ബർ നാമ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബുക്കുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൃഷി എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊക്കെ എന്ത് ചെയ്യും, വേറെ സ്ഥലങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യൊക്കെ നടന്നിരുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഇവിടെ നിന്ന് മുഗൾ ടൈമിൽ പോയിരുന്ന
പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾ അതൊക്കെ ടെക്സ്റ്റൈൽസ്, ഡ്രസ്സ് സാധനങ്ങൾ, മസ്ലിൻ, ഷുഗർ, അതുപോലെ തന്നെ റൈസ്, ഇങ്ങനത്തതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്ത് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ സമയത്ത് എന്താണ് മറ്റേ ഷിപ്പ് വഴിയൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ആ ടൈമിൽ ഭയങ്കര കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മേജർ സിറ്റീസ്, അപ്പോൾ അന്ന് ആ ടൈമിൽ ഉണ്ടായിരുന്ന മെയിൻ സിറ്റീസ്, ഇങ്ങനത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടത്തുന്ന മെയിൻ സിറ്റീസ് എന്ന് വെച്ചാൽ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര, ഇതൊക്കെയായിരുന്നു അവിടെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, പിന്നെ പാർട്ട് 2 വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മുഗൾ എംപറേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അക്ബർ ചക്രവർത്തിയുടെ ഭരണം ഒക്കെ പറഞ്ഞു, പിന്നെ മുഗൾ ആർമി എങ്ങനെയായിരുന്നു, ആ ടൈമിലുണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നുള്ള ടോപ്പിക്കൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വരാം. ടാറ്റാ.